കാറ്റത്തെ കിളിക്കൊള്ളി പ്രമറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ഇങ്ങനെ തുണിയൊക്കെ കഴുകാൻ വേണ്ടിയൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടൻ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നലെ വന്നതിന് ശേഷം തൊട്ട് നിങ്ങൾ അങ്ങനെ മിണ്ടിയിടിക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ സുധീഷ് അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതൊക്കെ ഇങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടൻ്റെ അടുത്തൊക്കെ പറയുന്നത്. നമ്മൾ സുധീഷ് ആണെങ്കിൽ നിധിയെടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിധിക്ക് എത്രയും പെട്ടെന്ന് ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നത് ഇനിയും അതിനും എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ഒപ്പിച്ചുകൊണ്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ സുധീഷ് പറയും അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട് വെറുതെ വീട്ടുകാരുടെ മുമ്പിലൊരു സീനോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും വരണ്ട. ഇനി മേലെ എൻ്റെ അടുത്ത് താൻ വന്ന് മിണ്ടിപ്പോരെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും ചതിയൊക്കെ താൻ മനസ്സിൽ വെച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫേസ് ചെയ്യാൻ അവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മളൊരു പോസ്റ്റ്മാൻ വരുന്നുണ്ട്, വന്നിട്ട് നിധിക്ക് ഒരു പോസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ നിധിയുടെ ഒരു ആധാർ കാർഡൊക്കെ ഉണ്ട്. അപ്പം അതിനകത്താണെങ്കിൽ നമ്മളെ നിധിക്ക് ഉള്ള ലൈസൻസും കാര്യത്തിനൊക്കെ വേണ്ടി പ്രൂഫിന് ഒരു അഡ്രസ്സൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മളെ സുധീഷാണെങ്കിൽ നിധി അറിയാതെ അത് റെഡിയാക്കിയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മളെ നിധി അത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കുന്ന സമയത്ത് എന്തോ നമ്മളെ സുധീഷ് അടുത്തൊരു പണിയും കൂടെ അതിനകത്ത് ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധി അത് നോക്കിയതിന് ശേഷം നമ്മളെ നിധി സുധീഷിനെ ഒരു നോട്ടം നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടെ നമ്മളെ സുധീഷിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടുണ്ട്. നമ്മളെ സുധീഷിനാണെങ്കിൽ ഓരോ പണികൾ തീരുന്തോറും അടുത്തടുത്ത പണികൾ നമ്മളെ സുധീഷായിട്ട് തന്നെ വിളിച്ച് വരുത്തിക്കൊണ്ടേ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.